അതുകൊണ്ട് പട്ടിയുടെ ഒച്ച, പൂച്ചയുടെ ഒച്ച, കാക്കയുടെ ഒച്ച, വടിയുടെ ഒച്ച, അങ്ങനെ പല ഒച്ചകളും കേൾക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ, ഹൗ ടു ഇൻക്രീസ് വ്യൂസ് ഓൺ യൂട്യൂബ് ചാനൽ, ഹൗ ടു ഗ്രോ യുവർ യൂട്യൂബ് ചാനൽ, ഹൗ ടു ഇൻക്രീസ് സബ്സ്ക്രൈബേഴ്സ്, ഹൗ മച്ച് മണി ഫോർ 1K വ്യൂസ്, അങ്ങനെ 4 യൂട്യൂബ് ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫണ്ടിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. കാരണം എൻ്റെ വീട്ടിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പൈസ വേണം, പൈസ ഇല്ലെന്നൊന്നും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരുമല്ലോ. 8ന്റെ അല്ലെങ്കിൽ 16ന്റെ പണി കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു മഹത് വ്യക്തി എൻ്റെ ഫോൺ അടിച്ചുകൊണ്ട് പോയിട്ട് കോളേജിൽ നിന്ന് തന്നെ വഴിക്ക് ബാഗിൽ നിന്ന് ആരും എടുത്തിട്ട് പോയി. നമ്മുടെ യൂട്യൂബ് ചാനൽ നിർത്തേണ്ടി വരും എന്നൊക്കെ ഞാൻ ആലോചിച്ചൊരു ടൈം ആയിരുന്നു. വാച്ച് ടൈം ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും ഇതൊക്കെ കുറഞ്ഞു വരാനുള്ള റീസൺ എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിട്ടോ. എന്താണ് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുള്ള പരിപാടി? മോണിറ്റൈസേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പൈസ കിട്ടും. എനിക്ക് 10 പറയാനുണ്ട് ഇതിനെപ്പറ്റി. ഓക്കെ, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്ലാരിറ്റി പറയുന്നതിനെ പറ്റിയാണ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ്, മോർണിംഗ് റൂട്ടീൻ, മിനി വ്ളോഗ്സ് അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ നേരിട്ട് സംസാരിച്ചൊരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചധികം നാളായി. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ കിട്ടിയതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ടോ. അതിൻ്റെ അകത്ത് ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തതിനെ പറ്റിയും ഞാൻ ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂസും അതുപോലെ എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് പേയ്മെന്റ് എത്രയാണ് കിട്ടിയതെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ആയിരുന്നു അത്. അതിന് അത്യാവശ്യം നല്ലോണം റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിട്ടോ. താങ്ക് യു സോ മച്ച്. കുറേ നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഞാനിങ്ങനെ നോക്കി വന്നപ്പോൾ അതിൽ കുറേ ഡൗട്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിട്ടോ. യൂട്യൂബിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ആണ്, കുറേ പേർക്ക് വരാൻ ചാൻസ് ഉള്ള ഡൗട്ട്സ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ഡൗട്ട്സും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഡൗട്ട്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന്. സോ ഇന്നത്തെ വീഡിയോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഞാൻ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. സോ വീഡിയോയുടെ ലെങ്ത് അധികം അങ്ങനെ പോവാതെ ബോറടിപ്പിക്കാതെ മാക്സിമം പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അധികം ലേറ്റ് ആക്കാതെ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് പതിവ് പോലെ തന്നെ ഈ വീഡിയോയിലും യൂസ് ചെയ്യാനായിട്ട് എൻ്റെ മൈക്കില്ല. അതുകൊണ്ട് പട്ടിയുടെ ഒച്ച, പൂച്ചയുടെ ഒച്ച, കാക്കയുടെ ഒച്ച, വടിയുടെ ഒച്ച അങ്ങനെ പല ഒച്ചകളും കേൾക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. പിന്നെ വീഡിയോ സൗണ്ടിന് അത്രയ്ക്ക് വലിയ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വേറെ ഫോൺ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നാലും അതത്ര എഫക്റ്റീവ് ആവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി ഒരു കുന്തം അറിയില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാണ്. കാരണം ഞാനും ഇതേപോലെ ഇപ്പോൾ എല്ലാവരെയും പോലെ കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ, ഹൗ ടു ഇൻക്രീസ് വ്യൂസ് ഓൺ യൂട്യൂബ് ചാനൽ, ഹൗ ടു ഗ്രോ യുവർ യൂട്യൂബ് ചാനൽ, ഹൗ ടു ഇൻക്രീസ് സബ്സ്ക്രൈബേഴ്സ്, ഹൗ മച്ച് മണി ഫോർ 1K വ്യൂസ്, അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഞാനും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഉള്ള വീഡിയോസൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഷിജോ ചേട്ടൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ്. അത് അത്യാവശ്യം നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ഇമെയിൽ ഉണ്ടാക്കുന്നു അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. സോ അത് കണ്ടിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ 4 യൂട്യൂബ് ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റേ റവന്യൂവിൻ്റെ വീഡിയോയിലും ഇത് തന്നെ സെയിം സംഭവം പറഞ്ഞിട്ടുണ്ട്. 4 യൂട്യൂബ് ചാനൽ, ഇതാണ് എൻ്റെ 4ാമത്തെ യൂട്യൂബ് ചാനൽ. ഈ 4 ചാനൽസ് തമ്മിലും യാതൊരു ബന്ധമില്ല. കാരണം ആദ്യത്തെ എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മോട്ടിവേഷനായി, പിന്നെ മൂവി എക്സ്പ്ലനേഷനായി. ഇപ്പോഴത്തെ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ അതായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ചാനലും. സോ ഒരു കണക്കിന് ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ബാക്കി 3 ചാനൽസ് ഞാൻ വെറുതെ ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്തു, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് കേട്ടിട്ട് ആ ഒരു വട്ടിൽ തുടങ്ങിയിട്ടുണ്ടായ ചാനലാണ്. അതിന് ഞാൻ വലിയ എഫേർട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ആണ്ടിലും കൊല്ലത്തിലും 1-2 വീഡിയോ ഇടും, അത്രേ ഉള്ളൂ. അതത്രയും സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഒരു കണക്കിന് ഇങ്ങനെ നന്നായിട്ടോ വേറെ കണ്ടന്റ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സംഭവമാണ്. കാരണം യൂട്യൂബിൽ നിന്ന് തന്നെ ഞാൻ വല്ല ക്രാഫ്റ്റ് വീഡിയോ കാണും, ഞാൻ ചെയ്യും, എന്നിട്ട് അത് തന്നെ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. സോ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ബോറടിച്ചു. പിന്നെ അടുത്ത മോട്ടിവേഷൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചൊക്കെ ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ അത് ക്രിഞ്ചായിട്ട് തോന്നി. പിന്നെ മൂവി എക്സ്പ്ലനേഷൻ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലതാണ്. പക്ഷെ കുറേ അധികം എഫേർട്ട് ഇടണം, കുറേ ടൈം പോകുന്ന പരിപാടിയാണ്. ഈ മൂവി മൊത്തത്തിലിരുന്ന് കാണുക, അതുപോലെ അത് ഷോർട്ടാക്കുക, അത് കഴിഞ്ഞിട്ട് അതിന് പറ്റിയ വീഡിയോസും ഇമേജസും ഒക്കെ ആഡ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ കൊടുക്കുക. അങ്ങനെ ഇത് ചെയ്യുന്നവർ സമ്മതിക്കണോട്ടോ. അത്യാവശ്യം നല്ല ടൈം എടുത്ത് നല്ല എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട സംഭവമാണ്. അതും കുറച്ച് കഴിഞ്ഞപ്പോൾ കോപ്പിറൈറ്റ് വരാത്ത രീതിയിലൊക്കെ ചെയ്യണമല്ലോ. അപ്പം എൻ്റെ കോപ്പിറൈറ്റ് ഒന്ന് പോയതാണ്. പക്ഷെ അത് പോയത് ഒരു കണക്കിന് നന്നായി. കാരണം ഞാൻ അത്ര ഇൻട്രസ്റ്റോടെ ചെയ്തൊരു സംഭവം ഒന്നല്ലായിരുന്നു. ഇപ്പോൾ ഈ ചെയ്യുന്ന ചാനൽ ഞാൻ ഇൻട്രസ്റ്റോടെ, ഞാൻ അത്യാവശ്യം നല്ലോണം എഫേർട്ട് ഇട്ട് നല്ല സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് ചെയ്താണ്. ഞാൻ മെയിനായിട്ട് ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ പറയും. കാരണം ഞാൻ ഫണ്ടിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പൈസ വേണം, പൈസ ഇല്ലെങ്കിലൊന്നും പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരുമല്ലോ. ആ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഈ ഒരു ഫീൽഡാണ്. ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം, അത് പെട്ടെന്ന് പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. എന്നാലും എൻ്റെ നമ്മൾ മറ്റേ ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസ് ഇടാൻ തുടങ്ങിയതാണ്. എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ഏതൊരു ഇതിലാണ് തോന്നിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ
അപ്പോൾ തോന്നിയത് അങ്ങനെ ചെയ്തു. അതും ഞാൻ ഇൻട്രസ്റ്റോടെ അത്യാവശ്യം എഫേർട്ട് ഇട്ട് നല്ല സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടുമായിരുന്നു. രാത്രിയൊക്കെ ഫുള്ളിരുന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി ഞാൻ വീഡിയോസ് ഇടുമായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല എഫേർട്ട് ഇട്ട് ഞാൻ കൊണ്ടുവന്ന ഒരു ചാനലാണ് ഇത്. 2023 ജൂൺ 19 ഞാൻ ഫസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് സെയിം ഇയർ 2023 സെപ്റ്റംബർ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ ചാനലിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടോ. ഈ ദൈവാനുഗ്രഹം എന്നൊക്കെ പറയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് തോന്നിയത്. കാരണം ഇത്രയും പെട്ടെന്നൊക്കെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടി. പക്ഷേ സെയിം ദിവസം തന്നെ എനിക്കൊരു 8ന്റെ അല്ല ഒരു 16ന്റെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു മഹത് വ്യക്തി എൻ്റെ ഫോൺ അടിച്ചുകൊണ്ട് പോയിട്ട് കോളേജിൽ നിന്ന് തന്നെ വഴിക്ക് ബാഗിൽ നിന്ന് ആരോ എടുത്തിട്ട് പോയി. അങ്ങനെ എടുത്തിട്ട് പോയി. അത് അത്യാവശ്യം നല്ല പണിയിട്ട് കാര്യമായിരുന്നു കേട്ടോ. കാരണം കുറേ വീഡിയോസ് ഞാൻ എൻ്റെ അടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ വീഡിയോസ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോൺ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഒരു ഫോൺ പോയി പെട്ടെന്ന് അടുത്ത ഫോൺ എടുക്കാനായിട്ടുള്ള വകുപ്പൊന്നും നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായില്ല. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിർത്തേണ്ടി വരും എന്നൊക്കെ വരെ ഞാൻ ആലോചിച്ചൊരു ടൈമായിരുന്നു കേട്ടോ. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരാൾ ഫോൺ തന്ന് ഹെൽപ്പൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റവന്യൂ വീഡിയോയിലും അതുപോലെ ഫോൺ മിസ്സായ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിലും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം കൂടിപ്പോകും. അതുകൊണ്ട് ആ 2 വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ അങ്ങനെ എനേബിളായി. പിന്നെ ഈ മോണിറ്റൈസേഷൻ എങ്ങനെയാണ് എനേബിൾ ആവുന്നതെന്ന് കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിട്ടോ. മെയിനായിട്ട് 2 രീതിയിലാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുക. ഒന്ന് ഷോർട്സ് വഴി, പിന്നെ ഒരെണ്ണം ലോങ് വീഡിയോസ് വഴി. ഷോർട്സ് വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 90 ഡേയ്സ് 90 ദിവസത്തിൽ 10 മില്യൺ വ്യൂസ് നമ്മുടെ ഷോർട്ട് വീഡിയോസിന് കിട്ടണം. അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. ഇനി ലോങ് വീഡിയോസ് വഴിയാണ് നമുക്ക് ഈ പറഞ്ഞ മോണിറ്റൈസേഷൻ എനേബിൾ ആവേണ്ടതെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 4000 അവർ വാച്ച് ടൈമാണ്. ഇതെന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിട്ടോ. വണ്ടി പോയതാണ് കേട്ടോ. ഓക്കെ, 4000 അവർ വാച്ച് ടൈം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുക. അത് ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റായി. ഇനി അടുത്തൊരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മൊത്തം 20 മിനിറ്റായി. വേറൊരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൊത്തം 30 മിനിറ്റായി. അങ്ങനെ ഒരു വർഷത്തിൽ 4000 അവേഴ്സ് വാച്ച് ടൈം കിട്ടണം. ഇതാണ് നമ്മുടെ ലോങ് വീഡിയോസിൽ വരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഞാൻ മെയിനായിട്ട് ഷോർട്ട് വീഡിയോസ് ആയിരുന്നു കേട്ടോ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായത്. ഡെയിലി ഞാൻ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. ലോങ് വീഡിയോസ് ഇല്ലാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നാമത്തെ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എനിക്ക് ഈ ക്യാമറ ഫേസ് ചെയ്തിട്ട് ഡയറക്റ്റിങ്ങിന് സംസാരിച്ചൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരുന്നു, ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു സൈഡിൽ കൂടെ ഞാനൊരു നയാ സിനിമ മത്സരത്തിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടോ. പക്ഷേ അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കയറിയത്. ഒരു 1.2 ലാക്ക് എന്തോ അതിൻ്റെ അകത്ത് വ്യൂസ് കയറി. പെട്ടെന്ന് എൻ്റെ വാച്ച് ടൈം കയറി. ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ടാണ് എനിക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയിട്ട് മോണിറ്റൈസേഷൻ എനേബിൾ കേട്ടോ. അപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് പേര് മെസ്സേജ് ആയിട്ടും അതുപോലെ കമന്റ്സ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ലോങ് വീഡിയോ ആണോ അതോ ഷോർട്ട് വീഡിയോ ആണോ മോണിറ്റൈസേഷൻ കിട്ടാൻ എളുപ്പം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വണ്ടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഡിപ്പെൻസ്. കാരണം രണ്ടിനും 50% ആണ്. എനിക്കിപ്പോൾ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അത് ക്ലിക്കായിട്ടാണ് പെട്ടെന്ന് മോണിറ്റൈസേഷൻ കിട്ടിയത്. വേറൊരാൾക്ക് ചിലപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് പെട്ടെന്ന് ഒരു 10 മില്യൺ ഒക്കെ കയറി അങ്ങനെ മോണിറ്റൈസേഷൻ എനേബിൾ ആവും. സോ അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഏതിനാണ് നമുക്ക് വ്യൂ കയറുക, ഏതാണ് പെട്ടെന്ന് ക്ലിക്ക് ആവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഡൗട്ട് എന്താണെന്നറിയോ, നമ്മുടെ ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, ഇപ്പോൾ വാച്ച് ടൈം ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും ഇതൊക്കെ കുറഞ്ഞു വരാനുള്ള റീസൺ എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിട്ടോ. നമ്മളിപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ മറ്റേ ക്രൈറ്റീരിയാസിൻ്റെ ആ ഒരു ബാർ ഇങ്ങനെ ഫില്ല് ആവുന്നതൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇടയ്ക്കെങ്കിലും ഈ പറയുന്ന ബാറ് കുറച്ച് റെഡ്യൂസ് ആവുന്ന കൗണ്ടൊക്കെ കുറച്ച് റെഡ്യൂസ് ആവുന്നത് കുറച്ച് പേരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയാസിൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 90 ഡേയ്സിൽ 10 മില്യൺ, അതുപോലെ 1 ഇയറിൽ 4000 അവർ വാച്ച് ടൈം. ഇതാണ് ആ ക്രൈറ്റീരിയ. ഈ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ ഫസ്റ്റ് ഡേ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണ്. അതിന് എനിക്കൊരു 1 മില്യൺ കിട്ടിയെന്ന് വിചാരിക്കാം. ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 90 ദിവസം 90 ഡേയ്സ് ഞാനിങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്തു. 90th ഡേയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്നത് ഒരു 8 മില്യൺ ആണെന്ന് വിചാരിക്കുക. ഷോർട്സിന് കേട്ടോ 8 മില്യൺ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 91ാമത്തെ ദിവസം ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം അപ്ലോഡ് ചെയ്ത ഷോർട്സിന്റെ വ്യൂ അതിൽ നിന്ന് കുറയും. 92ാമത്തെ ദിവസം ആകുമ്പോൾ 2ാമത്തെ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായ ഷോർട്സിന്റെ വ്യൂ കുറയും. ഇങ്ങനെ ഓരോ 90 കഴിഞ്ഞിട്ട് ഓരോ ദിവസം കൂടുന്നതനുസരിച്ച് ബാക്കിൽ നിന്ന്, അതായത് 1ാമത്തെ ദിവസം 2ാമത്തെ ദിവസം അതനുസരിച്ച് കിട്ടിയിരിക്കുന്ന വ്യൂസ് കുറഞ്ഞു വരും. ഓക്കെ, ഈ സെയിം സംഭവം തന്നെയാണ് ലോങ് വീഡിയോസിന്റെ വാച്ച് ഓവറിനും സംഭവിക്കുക. ഇതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് ഇങ്ങനെ റെഡ്യൂസ് ആവുന്നത്. അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ ടൈം ഗ്യാപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. 90 ഡേയ്സിലാണ് നമുക്ക് 10 മില്യൺ കിട്ടേണ്ടത്. അതുപോലെ 1 ഇയറിൽ നമുക്ക് 4000 അവർ വാച്ച് ടൈമും കിട്ടണം. ഓക്കെ,
സോ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മോണിറ്റൈസേഷനെ ബേസ് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ സംഭവത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട്, എന്തെങ്കിലും ക്ലിയർ ആയില്ല എന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. ഈ ഒരു ടൈപ്പ് ചെയ്തിട്ട് റിപ്ലൈ തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ റിപ്ലൈ തരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് മോണിറ്റൈസേഷനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായ ക്വസ്റ്റ്യൻസ്. ഇനിയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. എന്താണ് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുള്ള പരിപാടീസ്? മോണിറ്റൈസേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പൈസ കിട്ടുമോ? എല്ലാ മാസവും ഇങ്ങനെ റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കുമോ? ഇതൊക്കെ കുറേ പേർക്ക് അറിയാനായിട്ട് ചാൻസ് ഉണ്ടാവും. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത് വളരെ കുറവാണ്. സോ കുറേ പേർക്ക് ഇതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എനിക്ക് 10 പറയാനുണ്ട് ഇതിനെപ്പറ്റി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം തന്നെ ക്യാഷ് കിട്ടില്ല. ഇതിൽ ഇനിയും കുറേ ക്രൈറ്റീരിയാസ് കിടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരും. അത് കുറച്ച് അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു പ്രൊസീജിയറാണ്. എനിക്കൊരു ഫ്രണ്ടായിരുന്നു കേട്ടോ ചെയ്ത് തന്നിട്ടുണ്ടായത്. യൂട്യൂബ് ചാനലിൽ തന്നെ നോക്കിയിട്ട് കുറച്ച് അധികം സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാനുണ്ട്. ഈ ആഡ്സെൻസ് അക്കൗണ്ടിൻ്റെ കുറച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആഡ്സെൻസിൽ നിന്ന് ഒരു ലെറ്റർ നമുക്ക് വീട്ടിലേക്ക് കിട്ടും കേട്ടോ. നമുക്ക് പോസ്റ്റ് വഴി അവർ അയച്ചു തരും. അതിൻ്റെ അകത്ത് നമ്മുടെ ആഡ്സെൻസ് നമ്പർ ഉണ്ടാവും. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി അതിൻ്റെ അകത്ത് ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കുറച്ച് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു പ്രൊസീജിയറാണ്. ഇങ്ങനെ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ വീഡിയോസിൽ ഇങ്ങനെ ആഡ്സ് വരാൻ തുടങ്ങും. ഇപ്പം നിങ്ങളിപ്പോൾ ചില വീഡിയോസൊക്കെ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാനുള്ളൊരു സംഭവമൊക്കെ വരുമല്ലോ, അങ്ങനെ കുറച്ച് ആഡ്സ് ഒക്കെ വന്നു തുടങ്ങും. അപ്പോൾ തൊട്ടാണ് നമുക്ക് റവന്യൂ കിട്ടുക. ഈ റവന്യൂ കിട്ടുന്നതിലാണ് കുറേ പേർക്ക് ഡൗട്ട്. നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടുന്ന വ്യൂ അനുസരിച്ചിട്ടാണോ റവന്യൂ എന്ന് കുറേ പേര് ചോദിക്കും. ഇപ്പോൾ 1000 വ്യൂസ് ഉണ്ടെങ്കിൽ എത്ര റവന്യൂ കിട്ടും? ഇതൊന്നും വ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല കേട്ടോ. ഈ പറയുന്ന ആഡ്സ് നമ്മുടെ വീഡിയോയിൽ വരുന്ന ആഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഏത് ടൈപ്പ് ആഡാണ്, അതുപോലെ എത്ര ആഡ് ഒരു വീഡിയോയിൽ വരുന്നുണ്ട്, അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. വീഡിയോയിൽ വരുന്ന ആഡും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് റവന്യൂ കൂടിയും കുറഞ്ഞൊക്കെ വരാറുണ്ട്. സോ ഒരിക്കലും വ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ആഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ റവന്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ മോണിറ്റൈസേഷൻ എനേബിൾ ആയി നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, വീഡിയോസിൽ ആഡ് വന്നു തുടങ്ങി. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു ലാസ്റ്റ് ക്രൈറ്റീരിയയും കൂടി ഉണ്ട്, $100 ക്രൈറ്റീരിയ. അതായത് നമ്മുടെ വീഡിയോസിൽ വരുന്ന ആഡ് അനുസരിച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു $100, അതായത് ഇപ്പോൾ 8,000 റുപ്പീസ് ആണ്, അത്രയും മിനിമം ഉണ്ടെങ്കിലാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു എമൗണ്ട് വരത്തുള്ളൂ. ഫസ്റ്റ് പേ ഔട്ടിൽ മാത്രമല്ല, എല്ലാ പേ ഔട്ടിലും ഇതുപോലെ $100 ഉണ്ടെങ്കിലാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുള്ളൂ. ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വന്നു, പിന്നെ നോക്കുമ്പോൾ ആ ക്രൈറ്റീരിയയിൽ $0 ആയിരിക്കും കാണിക്കുക. അത് വീണ്ടും ആഡ് വരുന്ന അനുസരിച്ചിട്ട് ഇതുപോലെ $100 ആവും. അങ്ങനെ ഫില്ലായി കഴിഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് ബാങ്കിലേക്ക് കിട്ടും. ഇങ്ങനെയാണ് പേയ്മെന്റിന്റെ ഒരു പരിപാടി വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ മന്തും സെയിം റവന്യൂ തന്നെ കിട്ടണം എന്നില്ല, എല്ലാ മന്തും റവന്യൂ കിട്ടണം എന്നില്ല. ചിലപ്പോൾ എനിക്കൊക്കെ 2 മാസം കിട്ടാതെ വന്നിട്ട് 3-ാമത്തെ മാസമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. അങ്ങനെയൊക്കെ വരാറുണ്ട്. നമ്മളിടുന്ന വീഡിയോസ് അനുസരിച്ചിട്ട് നമുക്ക് വീഡിയോസിൽ കിട്ടുന്ന ആഡ് അനുസരിച്ചിട്ടൊക്കെയാണ് ഈ റവന്യൂ വരിക. ഓക്കെ, പിന്നെ എനിക്ക് ഫസ്റ്റ് കിട്ടിയ റവന്യൂ തന്നെയാണ് ഏകദേശം എല്ലാ തവണയും പേ ഔട്ടിൽ വരുന്നത്. അത് എത്രയാണെന്ന് ഞാൻ മറ്റേ റവന്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അതാണ് എനിക്ക് റവന്യൂവിനെ പറ്റി പറയാനുള്ളത്. പിന്നെ പറയുന്ന ഒരു സംഭവം ഞാനിവിടെ ബുക്കിൽ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മറന്നു പോകാതിരിക്കാനായിട്ട്. അതാണ് ഞാൻ ഇടയ്ക്ക് താഴേക്ക് നോക്കണേ. ഓക്കെ, പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആവുന്നതിന് മുമ്പ് കുറച്ച് പേർക്ക് വീഡിയോസിൽ ഇങ്ങനെ ആഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മുടെ പേയ്മെന്റിന്റെ കാര്യത്തിലൊന്നും കാൽക്കുലേറ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള പേയ്മെന്റ്സ് മാത്രമാണ് നമ്മൾ നോക്കത്തുള്ളൂ. മോണിറ്റൈസേഷൻ എനേബിൾ ആയി കഴിഞ്ഞ് ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ആഡ്സ് മാത്രമാണ് റവന്യൂവിൽ നമ്മൾ ആഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായത്, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്ലാരിറ്റി കുറയുന്നതിനെ പറ്റിയാണ് ചോദിച്ചത്. ഒരിടയ്ക്ക് ഞാനും ഈ സെയിം ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ക്ലാരിറ്റി കുറയുന്നു. മെയിനായിട്ട് ലോങ് വീഡിയോസിന് അങ്ങനെ ക്ലാരിറ്റി കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഷോർട്ട് വീഡിയോസിനാണ് എനിക്ക് ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഞാനും കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഈ യൂട്യൂബ് ഓൾറെഡി അതിനെ കുറച്ച് കംപ്രസ് ചെയ്യും. അതിൻ്റെ ക്ലാരിറ്റി കുറയും, അതനുസരിച്ച് അതിൻ്റെ സൈസും കുറയും. അപ്പോൾ നല്ലോണം കംപ്രഷൻ വരുമ്പോഴാണ് ഈ ക്ലാരിറ്റി നല്ലോണം കുറയുക. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഷോർട്സ് ഒക്കെ ഇപ്പോൾ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നിന്ന് അപ്ലോഡ് ചെയ്യാതെ ക്രോമിൽ പോയിട്ട് അതിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടല്ലോ, അതിൽ നിന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക. അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് SD to HD എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ആക്കി ഇടുക. എന്നിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സോ ഇങ്ങനെ ക്ലാരിറ്റി കുറവുള്ള ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞു.
പിന്നെ നമുക്ക് തംബ്നെയിൽ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുമോ, അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചെയ്യുമെന്ന്, ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ ചെയ്യുമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തംബ്നെയിൽ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ഉടനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും ഡൗട്ടുകളായിരുന്നു മെയിനായിട്ട് ഇതിലുണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ പറയാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബോറടിച്ചില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.